السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أرسلنا نوحا إلى قومه أن أنذر قومك من قبل أن يأتيهم عذاب أليم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ള നമ്മുടെ പഠന പരമ്പരയിൽ അവ്വലു റസൂൽ എന്ന് അറിയപ്പെടുന്ന, ആദ്യത്തെ റസൂൽ എന്നറിയപ്പെടുന്ന മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്ര യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഇന്നു മുതൽ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ മഹത്തുക്കളുടെ പാത പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും ആ പേര് സുപരിചിതമാണ്. ഉലുൽ അസ്മുകളായ 5 മഹാന്മാരായ പ്രവാചകന്മാരെ എണ്ണുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എണ്ണി പറയുന്ന പേരാണ് നൂഹ് നബി അലൈഹിസ്സലാം എന്ന നാമം. ശക്തമായി, ധീരമായി അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി ഏറെ ത്യാഗം സഹിച്ച, നിശ്ചയദാർഢ്യത്തോടെ ധീരമായി ഇടപെട്ട മഹാന്മാരാണ് ഉലുൽ അസ്മുകൾ, നല്ല ദൃഢനിശ്ചയമുള്ള ആളുകൾ എന്ന് അറിയപ്പെടുന്നത്. അതിൽ ഒന്നാമതായി എണ്ണപ്പെടുന്ന മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അവ്വലു റസൂലിൻ ഉർസില ഇലൽ അർളി എന്നാണ് ഹദീസുകളിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ആദ്യത്തെ റസൂൽ, ആദ്യത്തെ ദൂതൻ എന്ന് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിയപ്പെടാൻ കാരണം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശേഷം ലോകത്ത് തൗഹീദിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി, സമൂഹത്തിൽ ലോകത്ത് ശിർക്ക് ആദ്യമായി തുടങ്ങിയ ഘട്ടത്തിൽ
ആ ശിർക്കിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുവാൻ വേണ്ടി ആദ്യമായി നിയുക്തനായ പ്രവാചകനാണ്, റസൂലാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അത് ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയും നാളെ മഹ്ശറിൽ വെച്ച് ആളുകൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമീപിക്കുമ്പോൾ ഈ അനന്തമായ പ്രയാസകരമായ ഈ നൃത്തത്തിൽ നിന്ന് റബ്ബൊന്ന് വിചാരണക്കെടുക്കുവാൻ വേണ്ടി താങ്കളൊന്ന് അള്ളാഹുവിനോട് ശുപാർശ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ആദം നബി അലൈഹിസ്സലാമിനെ സമീപിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാചകം നമ്മൾ ശഫാഅത്ത് സംബന്ധമായ ഹദീസുകൾ വിശദീകരിച്ചിടത്ത് പറഞ്ഞിട്ടുണ്ട്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറയും, ഇദ്ഹബൂ ഇലാ നൂഹ്, നിങ്ങൾ നൂഹിന്റെ അടുത്തേക്ക് പോവുക, നിങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാമിനെ സമീപിക്കുക. അദ്ദേഹം ആരാണ്? അവ്വലു റസൂലിൻ ഉർസില ഇലൽ അർളി, ഭൂമിയിലേക്ക് അയക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ റസൂലാണെന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ അവിടെ വെച്ച് പറയുകയാണ്. ഇവിടെ സഹോദരന്മാരെ, ലോകത്ത് ആദ്യമായി ശിർക്ക് തുടങ്ങുന്നത് ഈ സമുദായത്തിലാണ്. അതുവരെയും ലോകത്ത് ശിർക്ക് എന്നൊരു മഹാപാപം ഉണ്ടായിരുന്നില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ശേഷം നമ്മൾ പ്രധാനമായി എണ്ണുന്ന നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ഇടക്കുള്ള കാലഘട്ടം എത്രയാണെന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അശറത്തു ഖുറൂനിൻ എന്നാണ്. 10 നൂറ്റാണ്ടുകൾ. ആദം നബിയുടെ വരവിന്റെ ശേഷം പിന്നീട് നൂഹ് നബി അലൈഹിസ്സലാം വരുന്നതിന്റെ ഇടക്കുള്ള കാലയളവ് 10 നൂറ്റാണ്ടുകളോളം കഴിഞ്ഞിട്ടാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ വരവുണ്ടായിട്ടുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു ഹിബ്ബാനും തബറാനിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയും സിൽസിലത്തു സഹീഹ അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലയിൽ സഹീഹാണെന്ന് പറയുകയും ചെയ്തിട്ടുള്ള ഹദീസാണത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഏറെ കേൾക്കുവാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയുന്നുണ്ട്, കാന ബൈന ആദം വനൂഹ് അശറത്തു ഖുറൂൻ കുല്ലുഹും അലൽ ഇസ്ലാം. ആദം നബിയുടെയും നൂഹ് നബിയുടെയും ഇടക്ക് 10 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുണ്ട്. കുല്ലുഹും അലൽ ഇസ്ലാം, എല്ലാവരും ശരിയായ ഇസ്ലാമിലായിട്ടാണ് കഴിച്ചുകൂട്ടിയിട്ടുള്ളത്. എല്ലാവരും മുസ്ലിമീങ്ങളാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന നിലക്കൊരു കുഫർ വന്നിട്ടില്ല, ഒരു ശിർക്ക് അവരിൽ സംഭവിച്ചിട്ടില്ല. അതല്ലാത്ത നിലക്ക് ചെറിയ ചെറിയ ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു എങ്കിലും അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ലെന്ന് പറഞ്ഞ കഠിനകഠോരമായ ശിർക്ക് വരാതെ ഈ 10 തലമുറ ജീവിച്ചു പോന്നു എന്നാണ് ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ 13-16 സ്ഥലത്താണ് അവിടുത്തെ പേര് പറഞ്ഞതെങ്കിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് 43ഓളം സ്ഥലങ്ങളിൽ അള്ളാഹു ആ പേര് വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകൾ ദീർഘകാലം ഈ ലോകത്ത് തൗഹീദിലായിട്ടാണ് കഴിച്ചുകൂട്ടിയിട്ടുള്ളത്. ശിർക്കിന്റെ തുടക്കം ലോകത്ത് എങ്ങനെ വന്നു, അത് നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു പ്രത്യേകമായ പഠനമാണ്, ഒരു പാഠമാണത്. എങ്ങനെ ഈ ലോകത്ത് ശിർക്കിന്റെ രംഗപ്രവേശമുണ്ടായത്? ഞാൻ പറഞ്ഞല്ലോ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താനങ്ങളും അവിടുത്തെ പരമ്പരകളുമൊക്കെയായി 10ഓളം തലമുറകൾ, അതല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ ഈ ലോകത്ത് ശുദ്ധമായ പ്രകൃതിയിലാണ് ജീവിച്ചു പോന്നത്. അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കൃത്യമായ
ഏകനായ റബ്ബിനെ മാത്രം ആരാധിച്ച് അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് അവന്റെ മാത്രം ആരാധ്യനായി കണ്ടുകൊണ്ട് ശിർക്ക് ഒരിക്കലും ജീവിതത്തിൽ കടന്നുകൂടാതെ ശുദ്ധമായ പ്രകൃതിയോട് കൂടെയാണ് മനുഷ്യന്റെ ജനനം. അതേ രൂപത്തിലാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിയുക്തരാകുന്ന ജനത വരെ തൗഹീദിലായിട്ടാണ്, യഥാർത്ഥ ഇസ്ലാമിലായിട്ടാണ് അവർ ജീവിച്ചു പോന്നത്. ശിർക്ക് അവരിൽ സംഭവിച്ചിട്ടില്ല. ഇതിന് വിരുദ്ധമായി ആദം നബിയിൽ പോലും അതല്ലെങ്കിൽ ഹവ്വാ ബീവിയിൽ പോലും ചെറിയ തോതിലെങ്കിലും ശിർക്ക് സംഭവിച്ചു എന്നുള്ള ഒരു അടിസ്ഥാനരഹിതമായ കഥകൾ പലരും പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഹവ്വാ റളിയല്ലാഹു അൻഹയുടെയും പേരിൽ അവരിൽ നിന്ന് ശിർക്കിന്റെ ഒരു അംശം വന്നുപോയി എന്ന് അറിയിക്കുന്ന നിലക്ക് ചില ചരിത്രകാരന്മാരും ഖുർആൻ വ്യാഖ്യാതാക്കളും ഒക്കെ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. നമ്മുടെ കേരളത്തിൽ സമസ്ത വിഭാഗം അംഗീകരിക്കുന്ന മാട്ടൂൽ സ്വദേശിയായിരുന്ന അദ്ദേഹം മരണപ്പെട്ടു പോയി TK അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന മൗലവി ഖുർആനിനൊരു പരിഭാഷ എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ സ്വന്തം പരിഭാഷയല്ല. അതായത് ജലാലുദ്ദീനുൽ മഹല്ലിയും ജലാലുദ്ദീനു സുയൂത്തിയും കൂടി രണ്ട് പണ്ഡിതന്മാര് വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ തഫ്സീറുൽ ജലാലൈനി എന്നറിയപ്പെടുന്ന ആ ജലാലൈനി തഫ്സീറിന്റെ മലയാളത്തിലേക്കുള്ള ഒരു ട്രാൻസ്ലേഷനാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ സ്വദേശിയായ TK അബ്ദുള്ള മൗലവി ഇറക്കിയത്. അത് പരിശുദ്ധ ഖുർആനിന് പരിഭാഷ എഴുതാൻ പാടില്ല, അത് ഹറാമാണെന്ന് വാദിക്കുന്ന കക്ഷികളായിരുന്നു സമസ്തക്കാർ നമ്മുടെ നാട്ടിലുള്ളവർ. ഹറാമാണെന്ന് പറഞ്ഞിരുന്ന ആ വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു ഖുർആൻ പരിഭാഷ രംഗത്ത് വന്നത്. ആ ഖുർആനിന്റെ പരിഭാഷക്ക് അവതാരിക എഴുതിക്കൊടുത്തത് അന്ന് ജീവിച്ചിരുന്ന പാണക്കാട് PMSA പൂക്കോയ തങ്ങളായിരുന്നു. അദ്ദേഹം ആ ഖുർആൻ പരിഭാഷയെ സംബന്ധിച്ച് അതിന്റെ ആമുഖത്തിൽ പറഞ്ഞത് ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശരിയായ പരിഭാഷയാണ് എന്നാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഏത് വലിയവരാണെന്ന് പറയുന്ന ആളുകൾക്കും അബദ്ധം പറ്റും. അങ്ങനെ അഹ്ലുസുന്നത്തിന്റെ പരിഭാഷയാണെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ മുജാഹിദുകൾക്കെതിരെ എന്ന് വേണമെങ്കിൽ പറയാവുന്ന നിലക്ക് ഇറക്കിയിട്ടുള്ള ഖുർആൻ പരിഭാഷയിൽ മഹാനായ ആദം നബി അലൈഹിസ്സലാമിലേക്ക് ചേർത്തുകൊണ്ട് ഹവ്വാ റളിയല്ലാഹു അൻഹയിലേക്ക് ചേർത്തുകൊണ്ട് ഈ ഒരു അബദ്ധ ജടിലമായ പരാമർശം നമുക്ക് കാണാൻ സാധിക്കും. ആ പരിഭാഷയിൽ ആ ഭാഗം നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ അവിടെ കാണാൻ സാധിക്കും. അതായത് ആദം നബിയെ കുറിച്ചും ഹവ്വാ ബീവിയെ കുറിച്ചും പറയുകയാണ്. അങ്ങനെ അള്ളാഹു അവർക്ക് നല്ല കുട്ടിയെ പ്രദാനം ചെയ്തപ്പോൾ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ മറന്നു പോകരുത്, അള്ളാഹു അവർക്ക് നല്ല കുട്ടിയെ പ്രദാനം ചെയ്തപ്പോൾ അവർക്ക് നൽകിയതിൽ അവന് അവർ പങ്കാളികളെ ദ്യോതിപ്പിക്കുന്ന നാമം ആക്കി. അബ്ദുൽ ഹാരിസ് കർഷകദാസൻ എന്ന് നാമകരണം ചെയ്തതാണത്. അബ്ദുള്ള അള്ളാഹുവിന്റെ ദാസൻ അല്ലാതെ പാടില്ലായിരുന്നു. ആദം നബി മഅസൂമാകയാൽ ഇത് ആരാധനയിൽ പങ്കുചേർക്കലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സമ്രത്ത് നിവേദനം ചെയ്യുന്നു. ഹവ്വാ ബീവി പ്രസവിച്ചപ്പോൾ ഇബ്ലീസ് അവരെ ചുറ്റിപ്പറ്റി കൂടി. അവൾക്ക് കുട്ടികൾ ജീവിക്കയില്ലായിരുന്നു. നിങ്ങൾ കുട്ടിക്ക് അബ്ദുൽ ഹാരിസ് എന്ന് നാമകരണം ചെയ്യുകയാണെങ്കിൽ ജീവിക്കുമെന്ന് മന്ത്രിച്ചു. അങ്ങനെ അവർ പേര് നൽകി. അപ്പോൾ അത് പൈശാചിക മന്ത്രത്താൽ ഉണ്ടായതാണ്. ഹാക്കിമും തുർമുദിയും ഇത് നിവേദനം ചെയ്തിരിക്കുന്നു എന്നാണ് TK അബ്ദുള്ള മൗലവി ജലാലൈനിയിൽ വന്നതിന്റെ പരിഭാഷയായി കൊടുത്തിട്ടുള്ളത്. ഇത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പറഞ്ഞത് മനസ്സിലായോ? ഹവ്വാ ബീവിക്ക് ഗർഭം ധരിച്ച് അവര് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ജീവനില്ലാത്ത കുട്ടികളാവുക. അങ്ങനെ ഹവ്വാ ബീവി വിഷമിച്ചു. അങ്ങനെ ഒരിക്കൽ അവര് ഗർഭിണിയായപ്പോ ശൈത്താൻ ഇബ്ലീസ് വന്നിട്ട് ഹവ്വാ ബീവിനോട് രണ്ടാളോടും പറഞ്ഞു, നിങ്ങൾ ഇനി ജനിക്കാൻ പോണ കുട്ടിക്ക് അബ്ദുൽ ഹാരിസ് എന്ന് പേരിട്ടോളി, എന്നാ പിന്നെ ആ കുട്ടി ജീവിച്ച് മുന്നോട്ട് പോകും. അപ്പൊ ഹാരിസ് എന്ന് ശൈത്താന്റെ പേരാണെന്നാ പറയുന്നത്, അവന്റെ അടിമ. അങ്ങനെ അബ്ദുൽ ഹാരിസ് എന്ന് പേരിട്ടാല് നിങ്ങളുടെ കുട്ടി ഇനി ആരോഗ്യത്തോടെ ജീവിക്കും, അതേ നിവൃത്തിയുള്ളൂന്ന് മന്ത്രിച്ചൂന്നും വസ്വാസ് ഉണ്ടാക്കിയെന്നും
അങ്ങനെ അവരങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു എന്നും കുട്ടിക്ക് അങ്ങനെ പേരിട്ടു എന്നും ജനിച്ച കുട്ടിക്ക് അബ്ദുൽ ഹാരിസ് എന്ന് പേരിട്ടു എന്നുമുള്ള ഒരു കഥ ചിലരൊക്കെ ഉദ്ധരിച്ചത് നമ്മുടെ മലയാളത്തിലേക്കും മൊഴിമാറ്റം നൽകപ്പെട്ടിട്ടുണ്ട്. അത് ശരിയല്ല, അത് പറയാൻ പാടില്ല. മഹാന്മാരായ ഒരു പ്രവാചകനെ സംബന്ധിച്ച് വിശിഷ്യ ആദം നബി മറ്റുള്ള പാപങ്ങൾ പോലെയുമല്ല അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ലെന്ന് പറഞ്ഞ ശിർക്ക് അദ്ദേഹത്തിലേക്ക് ചേർത്തുകൊണ്ട് ശിർക്കിന്റെ ഒരു നേരിയ അംശമാണെങ്കിൽ പോലും ആ മഹാനുഭാവനായ പ്രവാചകനിലേക്ക് ചേർത്ത് പറയുന്നത് പാടില്ലാത്ത സംഗതിയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പലരും എഴുതിവിട്ടിട്ടുണ്ട്. ആ അബദ്ധങ്ങൾ ആരിൽ നിന്നാണെങ്കിലും അത് അബദ്ധം തന്നെയാണ്. അതൊരിക്കലും പ്രവാചകന്മാരെ കുറിച്ച് ഒരു പ്രവാചകനെ കുറിച്ച് വിശ്വസിക്കാവതല്ല. ഒരിക്കലും ആദം നബി അതിന് വഴങ്ങില്ല, ഹവ്വാ ബീവി അതിന് വഴങ്ങില്ല. കാരണം ഒരിക്കൽ തന്നെ ശൈത്താന്റെ ദുർമന്ത്രണത്തിൽപ്പെട്ട് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് അതിന്റെ പേരിൽ റബ്ബിനോട് പശ്ചാത്തപിച്ച് ഇറങ്ങിപ്പോന്നവരാണ് മഹാന്മാരായ അവർ രണ്ടുപേരും. ആ ആളുകളിൽ നിന്ന് അതിനേക്കാൾ ഗൗരവമായ ഒരു തെറ്റ് സംഭവിച്ചിരുന്നുവെങ്കിൽ അത് ഖുർആൻ പറയും. അവരതിന്റെ പേരിൽ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച പശ്ചാത്താപ പ്രാർത്ഥന ഖുർആൻ ഉദ്ധരിക്കും. വിലക്കപ്പെട്ട മരത്തിൽ നിന്ന് പഴം ഭക്ഷിച്ചത് തെറ്റായി എന്നും അതിന്റെ പേരിൽ അവർ പശ്ചാത്തപിച്ചുവെന്നും ഖുർആൻ പറയുന്നുണ്ട്. അതേ അവസരത്തിൽ അതിനേക്കാൾ ഗുരുതരമായ ഒരു പാതകം അവരിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് ഖുർആൻ പറയും. അതിന്റെ പേരിൽ അള്ളാഹുവിനോട് അത് എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ഖുർആനിൽ കാണും. ഇതൊന്നും എവിടെയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആദമിലേക്ക് ഹവ്വായിലേക്ക് റളിയല്ലാഹു അൻഹുമാ അവരിലേക്ക് ഒരിക്കലും ചേർത്ത് പറയാൻ പാടില്ലാത്തതാകുന്നു. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, മഹാന്മാരായ പ്രവാചകന്മാരെ കുറിച്ച് അരുതാത്തത് പറയുന്നവരാണ് സലഫികൾ, മുജാഹിദുകൾ എന്നൊക്കെ നമ്മുടെ നാട്ടിലുള്ള പലരും നമ്മെക്കുറിച്ച് ആരോപണം പറയാറുണ്ട്. അങ്ങനെ പറയുന്ന ആളുകളുടെ പരിഭാഷയിലായി വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ പരിഭാഷയിലാണ് ഈ വന്നത്. ഇങ്ങനെ ഹവ്വാ ബീവി ഇങ്ങനെ കുട്ടിക്ക് അങ്ങനെ നാമകരണം ചെയ്തോളാന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്തു. ഒരിക്കലും ഒരു സാധാരണക്കാരിൽ നിന്ന് പോലും വരാൻ പാടില്ലാത്തത് മഹാനായ ഒരു പ്രവാചകനിൽ നിന്നും അവിടുത്തെ ഭാര്യയിൽ നിന്നും ഒരിക്കലും സംഭവിക്കുന്നതല്ല. അതുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലോ ശേഷമുള്ള 10 തലമുറയിലോ നൂഹ് നബി അലൈഹിസ്സലാം നിയോഗിക്കപ്പെടുന്നത് വരെയുള്ള ജനതയിലോ മഹാപാപമായ ശിർക്ക് ഒരിക്കലും സംഭവിച്ചിട്ടില്ല. കുല്ലുഹും കാനൂ അലൽ ഇസ്ലാം, എല്ലാവരും തൗഹീദിലായിരുന്നു, ഇസ്ലാമിലായിരുന്നു എന്നതാണ് ഇസ്ലാം വളരെ കൃത്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സഹോദരന്മാരെ, മറ്റൊരു കെട്ടുകഥയും പ്രചരിപ്പിക്കപ്പെടാറുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഖാബീൽ ഹാബീലിനെ കൊന്നുകളഞ്ഞല്ലോ. അന്നും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിൽ ആദമിന്റെ 2 മക്കൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഖാബീൽ എന്നും ഹാബീൽ എന്നും ഖുർആനിൽ വന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നസ്സെന്ന നിലക്ക് അവിടുത്തെ ഹദീസുകളിലും വന്നതല്ല. എന്നാൽ പ്രവാചകന്റെ ഹദീസിന്റെ വെളിച്ചത്തിൽ അല്ലാതെ സംസാരിക്കില്ലെന്ന് നമുക്ക് ഉറപ്പുള്ള ചില സഹാബിമാരുടെ വാക്കുകളിൽ നിന്നാണ് അവരുടെ നാമകരണം നമുക്ക് കിട്ടിയത് എന്ന് നമ്മൾ പറയുകയുണ്ടായി. അതല്ല നമ്മുടെ വിഷയം. ആ വിഷയത്തിൽ ഖാബീലിന്റെ തലമുറ, പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ മക്കൾ അല്ലെങ്കിൽ അദ്ദേഹം അടങ്ങുന്ന ആളുകൾ അഗ്നിയെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു, അഗ്നി ആരാധകരായിരുന്നു, അവരിലും ശിർക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് ചില ചരിത്രകാരന്മാര് പറഞ്ഞതും അടിസ്ഥാനരഹിതമാണ്. അതിന് അവർ പല കഥകളും പറയാറുണ്ട്. ഖാബീൽ ഹാബീലിനെ കൊന്നല്ലോ. എന്താ കാരണം? ഹാബീലിന്റെ ഖുർബാൻ തീ ഇറങ്ങി വന്ന് നക്കിത്തുടച്ച് അത് സ്വീകരിച്ചു, അത് അനുകൂലമായി. അതേ അവസരത്തിൽ ഖാബീലിന്റെ അത് സ്വീകരിച്ചില്ല. അപ്പൊ ശൈത്താൻ ഖാബീലിനോട് പോയിട്ട് പറഞ്ഞു എന്നാണ്. ഹാബീലിന്റെ അങ്ങനെ തീ ഇറങ്ങി വന്ന് സ്വീകരിക്കാൻ കാരണം ഹാബീൽ തീനെ ആരാധിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് നിന്റെ ഖുർബാൻ സ്വീകരിക്കണമെങ്കിൽ നീയും തീൻ ആരാധിച്ചോ എന്ന് പറഞ്ഞങ്ങനെ ഖാബീലും മക്കളൊക്കെ പിന്നെ തീൻ ആരാധിക്കാൻ തുടങ്ങി എന്ന് ചില ചരിത്രകാരന്മാരൊക്കെ എഴുതി കാണുന്നുണ്ട്. അടിസ്ഥാനരഹിതമാണ്. ശിർക്ക് വന്നിട്ടില്ല. ആദ്യത്തെ കൊലപാതകം നടന്നു, ആ രൂപത്തിലുള്ള അതിക്രമം നടന്നു എന്നതൊഴിച്ചാൽ ശിർക്ക് എന്ന് പറയുന്ന പാപത്തിന്റെ തുടക്കം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം കഴിഞ്ഞൊരു 10 തലമുറ പിന്നിട്ട് വന്ന
നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിയുക്തനാകുന്ന ഖൗമിലാണ്, ജനതയിലാണ് ആദ്യമായി ശിർക്കിന്റെ രംഗപ്രവേശം ഉണ്ടായത്. കാന ബൈന നൂഹ് വ ആദം അശറത്ത് ഖുറൂൻ. നമ്മൾ പറഞ്ഞല്ലോ 10 തലമുറകൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി. അങ്ങനെ എല്ലാവരും തൗഹീദിലായിരുന്നു. ഫഖ്തലഫൂ, പിന്നീട് അവർക്കിടയിൽ ഭിന്നത പൊട്ടിപ്പുറപ്പെട്ടു, തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു. ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ. അപ്പോഴാണ് അല്ലാഹു ജനങ്ങൾക്ക് മുന്നറിയിപ്പുകാരും സുവിശേഷമറിയിക്കുന്നവരുമൊക്കെയാകുന്ന നിലയിൽ പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നത്. വളരെ കൃത്യമായി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരാണ്. അപ്പൊ തൗഹീദിലായി കഴിഞ്ഞുകൂടിയിരുന്ന ഒരു തലമുറ, ഒരു ജനസമൂഹം എങ്ങനെയാണ് ശിർക്കിലേക്ക് വഴിമാറിയത്? അത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. എങ്ങനെയാ ലോകത്ത് ശിർക്ക് വന്നത്? 2 പടച്ചവന്മാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് ശിർക്ക് തുടങ്ങിയിട്ടില്ല. 2 അള്ളമാരുണ്ട് എന്ന് പറഞ്ഞിട്ട് ലോകത്ത് ശിർക്ക് തുടങ്ങിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ശിർക്കിന്റെ തുടക്കം? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിയോഗിക്കപ്പെടുന്ന ജനതയിൽ 5 പ്രധാനപ്പെട്ട ആളുകളെ അവര് പ്രത്യേകമായി ആരാധിച്ചിരുന്നു. അവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിച്ചിരുന്നു. അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു. അവരുടെ മുമ്പിൽ പോയി വണങ്ങിയിരുന്നു, ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ. നമ്മൾ മനസ്സിലാക്കുക, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അദ്ദേഹം പറയുന്നുണ്ട്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന കാലഘട്ടത്തിൽ 5 വിഗ്രഹങ്ങളെ ജനങ്ങൾ ആരാധിച്ചു. 5 മഹാന്മാരെ ജനങ്ങൾ ആരാധിച്ചു തുടങ്ങിയിരുന്നു. ആരായിരുന്നു അവര്? വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ. 5 പേരുകൾ വിശുദ്ധ ഖുർആനിലെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പേരിൽ തന്നെയുള്ള അധ്യായം സൂറത്തു നൂഹ്, അതിൽ ഈ 5 ആളുകളുടെയും പേര് പറയുന്നുണ്ട്. ആ ആയത്ത് വിശദീകരിക്കുന്ന മധ്യേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞിട്ടുണ്ട്, അത് സഹീഹുൽ ബുഖാരി എടുത്ത് ഉദ്ധരിച്ചിട്ടുമുണ്ട്. എന്താണ് പറഞ്ഞത്? ഹാദിഹി അസ്മാഉ ഖൗമിൻ സാലിഹീന മിൻ ഖൗമി നൂഹ്. നൂഹ് നബി അലൈഹിസ്സലാം നിയുക്തനാകുന്ന സമൂഹത്തിലുള്ള 5 സച്ചരിതരായ ആളുകളുടെ നാമങ്ങളായിരുന്നു ഇത്. 5 സാലിഹീങ്ങളായ ആളുകളായിരുന്നു ഇവര്. സാലിഹീങ്ങളായ ആളുകൾ എന്ന് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കണം, അവര് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള നിയമങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തിയിരുന്ന 5 മഹാന്മാര്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് വലിയ അടുപ്പുള്ള ആളുകളായിരുന്നു അവര്. അവര് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഉടനെ ഉത്തരം കിട്ടാറുണ്ട്. മഴയില്ലാതെ ജനങ്ങൾ കഷ്ടപ്പെടുമ്പോ ഇവരോട് വന്നുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവരോട് പ്രാർത്ഥിപ്പിക്കാറുണ്ട്. അവരോട് പല കാര്യങ്ങളും വന്ന് സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാറുണ്ട്. അങ്ങനെയൊക്കെ മഹാന്മാരായി ജീവിച്ച 5 ആളുകളായിരുന്നു ആര്? വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ എന്നീ 5 മഹാന്മാര്. ശിർക്ക് എങ്ങനെ തുടങ്ങി എന്നാ പറയുന്നത്? ശരിക്ക് പഠിച്ചു വെച്ചോളിൻ, എങ്ങനെയാ ശിർക്ക് വന്നത്? ഈ 5 മഹാന്മാരായ ആളുകൾ ഫലമ്മാ ഹലകൂ, ഇവര് മരിച്ചപ്പോൾ ഔഹ ശൈത്താനു ഇലാ ഖൗമിഹിം, ആ സമൂഹത്തിലെ ഇവരെ പരിചയമുള്ള ജനങ്ങളുടെ അടുത്തേക്ക് ശൈത്താൻ ദുർമന്ത്രവുമായി കടന്നു വന്നു. എന്നിട്ട് അവൻ എന്താ പറഞ്ഞത്? അനിൻസിബൂ ഇലാ മജാലിസിഹിമുല്ലതീ കാനൂ യജ്ലിസൂന അൻസാബാ വസമ്മൂഹാ ബിയസ്മാഇഹിം. ശൈത്താൻ ആദ്യം മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ ദുർബോധനം കൊടുത്തു. എന്തു പറഞ്ഞിട്ട്? അനിൻസിബൂ ഇലാ മജാലിസിഹിം, ഈ മഹാന്മാര് അവരുടെ ജീവിതകാലത്ത് ഇബാദത്ത് നിർവഹിക്കാനും ആളുകൾക്ക് ഫത്വ കൊടുക്കാനും ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാനും ഒക്കെയായിട്ട് സാധാരണ വന്നിരിക്കാറുള്ള ആ ഇരിപ്പിടങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ ചില പ്രതിമകൾ ഉണ്ടാക്കി വെക്കണം. തുടങ്ങാണ്, അവരുടെ പ്രതിമകൾ ഉണ്ടാക്കണം ഈ 5 ആളുടെയും. എന്തിന്? ആരാധിക്കൊന്നും വേണ്ട നിങ്ങള്. എന്നിട്ട് ആ പ്രതിമകൾക്ക് നിങ്ങൾ അവരുടെ പേരുകൾ കൊടുക്കണം. വദ് ഇരുന്നേടത്ത് ഒരു വദ്ദിന്റെ പ്രതിമയുണ്ടാക്കിയിട്ട് ഇത് വദ്ദാണ്, ഇത് സുവാ ആണ്,
ഇത് യഗൂസാണ്, ഇത് യഊഖാണ്, ഇത് നസ്റാണ്. അങ്ങനെ 5 ആളുകളുടെയും പ്രതിമയുണ്ടാക്കാൻ വേണ്ടി ശൈത്താൻ ആ കാലഘട്ടത്തിലെ മനുഷ്യന്മാരുടെ മനസ്സിലേക്ക് തോന്നിപ്പിക്കുന്നു. എന്തിനു വേണ്ടി? ആരാധിക്കാനല്ല, ആ വിഗ്രഹങ്ങളിൽ മാല ചാർത്താനല്ല, ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാനല്ല, ആ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കാനല്ല, ആ വിഗ്രഹങ്ങൾക്ക് നേർച്ച വഴിപാടുകളും ബലിയും അർപ്പിക്കാനല്ല, ആ വിഗ്രഹങ്ങളുടെ ചുറ്റും വലം വെക്കാനോ പ്രദക്ഷിണം വെക്കാനോ ആയിരുന്നില്ല. ശൈത്താൻ കുതന്ത്രം പ്രയോഗിച്ചു തുടങ്ങുകയാണ്. അവന് സമൂഹത്തോട് പറഞ്ഞു, വലിയ വലിയ മഹാന്മാരായ ആളുകൾ മരിച്ചുപോയി. ഈ മഹാന്മാരായ ആളുകളൊക്കെ വലിയ മഹാത്തുക്കളായിരുന്നു. അവര് വലിയ ഇബാദത്തുകളൊക്കെ ചെയ്തിട്ട് അള്ളാഹിനോട് അടുപ്പം കിട്ടിയിരുന്നവരാണ്. അവര് ധാരാളമായി ഇബാദത്ത് ചെയ്ത് റബ്ബിനോട് എന്ത് ചോദിച്ചാലും അവർക്ക് ഉത്തരം കിട്ടിയിരുന്ന മഹാന്മാരാണ്. ഇപ്പൊ ഇവരൊക്കെ മരിച്ചുപോയില്ലേ? അതുകൊണ്ട് അവരെയൊക്കെ നിങ്ങൾക്കൊന്ന് ഇടക്കൊന്ന് കാണണ്ടേ? അതുകൊണ്ട് അവരുടെ മോഡലിൽ ഒരു പ്രതിമ നിങ്ങൾ ഇങ്ങനെ 5 ആളുടെയും പേരിൽ ഉണ്ടാക്കി വെച്ചോളൂ. എന്തിനാണെന്നോ, നിങ്ങൾക്ക് അവരെ ഇങ്ങനെ കാണുമ്പോ അവരുടെ വീരചരിത്രങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരില്ലേ? അവര് നല്ല നല്ല മഹാന്മാരാണെന്ന് നിങ്ങൾക്ക് ചിന്ത വരില്ലേ? അതുകൊണ്ട് അവരൊക്കെ ജീവിച്ചതുപോലെ ധാരാളം ഇബാദത്തുകൾ എടുത്തുകൊണ്ട് നമുക്കും അള്ളാന്റെ അടുത്തേക്ക് വലിയ പദവി എത്തണം എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാകുവാനും നിങ്ങളൊക്കെ അവരെ പോലെ മഹാന്മാരായി ജീവിക്കുവാനും നിങ്ങൾക്കൊരു കാരണമാകും. ഇവരെ ഇങ്ങനെ എല്ലാ ദിവസവും കാണുമ്പോ വേറെ നിങ്ങളൊന്നും ചെയ്യണ്ട, ഒരു സ്മാരകശില എന്ന നിലക്ക് മതി. അങ്ങനെയാ ലോകത്ത് എപ്പോഴും ആരാധന വരല്. ആദ്യം വെക്കുമ്പോ ഒരു സിമന്റിന്റെ പ്രതിമയാണ്, കുറെ കാലം അതിന്മേൽ കാക്കച്ചി കാഷ്ടിക്കും, അതുപോലെ തന്നെ പലതുമുണ്ടാകും. കുറെ കാലം കഴിഞ്ഞാൽ കാണാ പിന്നെ കേവലം ഒരു പ്രതിമയല്ല, അതിന്റെ പരിസരം ഇങ്ങനെ വൃത്തിയാക്കാൻ തുടങ്ങും. കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ ഒരു മാല ചാർത്തി കൊടുക്കും. കുറച്ചു കാലം കഴിഞ്ഞാൽ അവിടെ സാമ്പ്രാണിയും ചന്ദനത്തിരിയും പുകക്കും. കുറച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വിളക്ക് കൊളുത്തും. കുറച്ചു കഴിയുമ്പോൾ അതിന്റെ മുമ്പിൽ ഒരു താലമുണ്ടാകും, അതിൽ പൂവൻ പഴമുണ്ടാകും, അവിലുണ്ടാകും, മലരുണ്ടാകും, അതുപോലെ തന്നെ പൂക്കളുണ്ടാകും. അങ്ങനെ ആരാധന തുടങ്ങലാണ് പതിവ്. ലോകത്ത് ഇബ്ലീസ് കണ്ട ഒന്നാമത്തെ പണി തന്നെ മനുഷ്യന്റെ പ്രതിമയുണ്ടാക്കലാണ്. ആ പ്രതിമയുണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം മനുഷ്യരോട് അവൻ തോന്നിപ്പിച്ചത്, ഇത് നിങ്ങൾ ആരാധിക്കാനൊന്നുമല്ല, ഇവരെ ഇങ്ങനെ കാണുമ്പോ നിങ്ങൾക്ക് അവരെ ഓർക്കുമല്ലോ, അങ്ങനെ അവരുടെ ജീവിതത്തെ കുറിച്ചുള്ള മതിപ്പ് നിങ്ങളുടെയും കൽബിലുണ്ടാകുമല്ലോ, അങ്ങനെ നിങ്ങൾക്കും അവരെ പോലെ മഹത്തുക്കളായി മുന്നോട്ട് പോകാമല്ലോ എന്നാണ് ശൈത്താൻ ആദ്യമായിട്ട് ദുർബോധനം കൊടുത്തത്. ആ തലമുറ എന്തു ചെയ്തു? ഫഫഅലൂ, അവരത് അക്ഷരം പ്രതി അനുസരിച്ച് വിഗ്രഹമുണ്ടാക്കി. ഫലം തുഅബദ്, ആരാധിക്കപ്പെട്ടില്ല. ആരാധനയൊന്നും ആരും കൊടുത്തില്ല. ഈ ഒരൊറ്റ ലക്ഷ്യം ഉണ്ടായുള്ളൂ കുറെ കാലം. എന്ത് ഇവരെങ്ങനെ ഇടയ്ക്ക് കാണുമ്പോ ഒരാവേശം, കാണുമ്പോ ഒരാവേശം. മഹാന്മാരല്ലേ, അവരൊക്കെ ജീവിച്ച പോലെ നമ്മളും ജീവിക്കണം. അവരൊക്കെ അള്ളാഹിനോട് വലിയ അടുപ്പം കിട്ടിയ ആൾക്കാരാണ്. അടുപ്പം കിട്ടിയത് അവരുടെ ഇബാദത്തിന്റെ ഊക്കുകൊണ്ടും പവർ കൊണ്ടുമാണ്. നമ്മൾ ഉഷാറാകണം എന്നൊക്കെ ആ തലമുറ അങ്ങനെ ആവേശം കൊള്ളാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒരു പ്രതിമ. കുറെ കാലത്തോളം അതിന് ഇബാദത്തൊന്നും വന്നില്ല. പിന്നീട് അത്തരത്തിലുള്ള ജനങ്ങൾ അങ്ങ് നശിച്ചപ്പോൾ ഇങ്ങനെ കേവലം ചില സ്മാരകങ്ങൾ എന്ന നിലക്ക് ഈ വിഗ്രഹങ്ങളെ കണ്ടിരുന്ന സമൂഹവും തലമുറയും അങ്ങ് പോയിട്ട് പുതിയ ഒരു തലമുറ വന്നപ്പോൾ ശൈത്താൻ അത്തരത്തിലുള്ള ആളുകളെ സമീപിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഓ ജനങ്ങളെ, നിങ്ങളുടെ നാട്ടിൽ എത്രയോ ആയിരങ്ങൾ ഇതിന്റെ മുമ്പ് മരിച്ചുപോയിട്ടില്ലേ? കുറെ ആളുകൾ ഇവിടെ മരിച്ചുപോയിട്ടില്ലേ? എത്രയോ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടല്ലോ. പിന്നെ എന്തേ നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു 5 ആളെ മാത്രം ഇങ്ങനെ കാണുന്നത്? ശൈത്താൻ ചോദിച്ചതാ. എന്താ ഒരു 5 ആളുടെ മാത്രം പ്രതിമ കാണുന്നത്? 5 ആളല്ലല്ലോ ഇവിടെ മരിച്ചുപോയത്, ഇവിടെ കുറെ ആള് മരിച്ചു പോയിട്ടില്ലേ? എന്താണ് ഒരു 5 ആളുകളുടെ മാത്രം ഒരു പ്രതിമ കാണുന്നത്? അപ്പൊ നിങ്ങൾ പഠിച്ചു വെച്ചോ, അവര് സാധാരണക്കാരായിരുന്നില്ല, അവര് മഹാന്മാരായിരുന്നു. അവര് മുഖേനയാ മഴ കിട്ടിയിരുന്നത്, അവര് മുഖേനയാണ് കാര്യങ്ങൾ നേടിയിരുന്നത്. അതുകൊണ്ട് അവരൊക്കെ മഹത്തുക്കളായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ കിട്ടിയത്. നിങ്ങളൊന്നും മഹത്തുക്കളല്ല, നിങ്ങളൊക്കെ കേവലം സാധാരണക്കാരാണ്, പാപികളാണ്, ദോഷികളാണ്. അതുകൊണ്ട് നിങ്ങളിനി റബ്ബിന് മാത്രം നേരിട്ട് ഇബാദത്തെടുത്താൽ അതിന് സ്വീകാര്യത കമ്മിയായി പോകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? നിങ്ങളൊക്കെ ഈ മഹാന്മാരോടാണ് ഇനി പറയേണ്ടത്. ഈ മഹത്തുക്കളോട് നിങ്ങൾ ആരാധനകൾ കൊടുത്തോളൂ,
അവര് അള്ളാഹിനോട് ഏറ്റവും അടുപ്പമുള്ള ആളുകളാണ്. നിങ്ങൾ ഇവരോട് പറഞ്ഞിട്ട് ഇവര് അള്ളാഹിനോട് കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് നേടിത്തരും, നിങ്ങൾക്ക് ഇവര് ശുപാർശകരാകും, നിങ്ങൾക്ക് ഇവര് റെക്കമെൻഡുകാരായി മാറും. അങ്ങനെ നിങ്ങളാകുന്ന സാധാരണക്കാരെ മഹത്തുക്കളായ ഇവര് അള്ളാഹുവിലേക്ക് അടുപ്പിച്ചോളും. അതുകൊണ്ട് ആരാധനകളും നേർച്ചകളും വഴിപാടുകളും തേട്ടങ്ങളും പ്രാർത്ഥനകളും സാഷ്ടാംഗങ്ങളും പ്രദക്ഷിണങ്ങളും ബലിയുമെല്ലാം നിങ്ങൾ ഈ 5 ആളുകളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അവരെ ബഹുമാനിച്ചേക്കൂ എന്ന് ശൈത്താൻ പിന്നീട് വന്ന തലമുറയോട് പറഞ്ഞ് അവരെ അങ്ങനെ പറഞ്ഞു പഴപ്പിച്ച്, അത് ശരിയല്ല ജനങ്ങളെ, ഇത് ശിർക്കിലേക്കുള്ള പോക്കാണ്, ഇത് ശിർക്കാണെന്ന് തൗഹീദും ശിർക്കും തമ്മിൽ കൃത്യമായി അറിയാത്ത ആലിമീങ്ങൾ അന്ന് ജീവിച്ചിരിപ്പുമില്ലാതിരുന്നത് കൊണ്ട് ആലിമീങ്ങളല്ലേ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. തൗഹീദ് ശിർക്കിന്റെ വ്യത്യാസം പറഞ്ഞു കൊടുക്കാൻ മുഖ്ലിസീങ്ങളായ ആലിമീങ്ങളല്ലേ ഉണ്ടാകേണ്ടത്. പക്ഷേ അക്കാലഘട്ടത്തിൽ നല്ലവരായ ആലിമീങ്ങളും അന്ന് ജീവിച്ചിരിപ്പില്ല. ആ അവസരം മുതലെടുത്തുകൊണ്ട് ശൈത്താൻ ഈ തലമുറയെ പറഞ്ഞു പറ്റിച്ചിട്ട് ആ ജനങ്ങൾ പോയപ്പോ ഇവ മുഴുവനും ആരാധിക്കപ്പെട്ടു തുടങ്ങി. അങ്ങനെ 5 ആളും ആരാധിക്കപ്പെടാൻ തുടങ്ങി. വിഗ്രഹം ഉണ്ടാക്കുമ്പോ ഈ വസ്വാസൊന്നും ശൈത്താൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. വേറെ ഒറ്റയടിക്കാണ് തുടങ്ങണ്ട, ജനങ്ങൾ അങ്ങനെ പതുക്കെ അതിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് ലോകത്ത് റബ്ബിലേക്ക് മാത്രം നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥനകൾ മഹാന്മാരിലേക്ക് തിരിഞ്ഞത്. റബ്ബിന് മാത്രം നടത്തപ്പെടുന്ന നേർച്ച വഴിപാടുകൾ മഹത്തുക്കളിലേക്ക് തിരിച്ചുവിടപ്പെട്ടത്. റബ്ബിലേക്ക് മാത്രം അർപ്പിക്കപ്പെടേണ്ടുന്ന ബലിയർപ്പണങ്ങൾ ഈ വിഗ്രഹങ്ങളിലേക്ക്, അഥവാ ഈ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് കേവലം കല്ലെന്ന നിലക്കല്ല അവർ ആരാധിക്കുന്നത്, മനസ്സിലാക്കണം. പല ആളുകളും പറയും അത് ബിംബല്ലേ, ബുദ്ധല്ലേ, കല്ലല്ലേ, പ്രതിമല്ലേ, മരല്ലേ. അതൊക്കെ കേവലം കാഴ്ചയിൽ മാത്രമാണ്. ആ പേര് അവരാർക്കാണോ ആരുടെ പേരാണോ ഇട്ടതെങ്കിൽ ആ വ്യക്തിയെയാണ്, ആ മഹാത്മാവിനെയാണ് അവരുടെ മനസ്സിൽ അവർ കാണുന്നത്, ഈ കേവലം കല്ലിനെയല്ല. ആ മഹാത്മാവിന്റെ പേര് ഈ കല്ലിനുള്ളത് കൊണ്ട് കല്ലിനൊരു ബഹുമാനം കൊടുക്കുന്നു എന്നതല്ലാതെ ഈ കല്ലാണ് ആ വ്യക്തി എന്നവരൊരിക്കലും ചിന്തിക്കുന്നില്ല. ഇന്നും വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ള പ്രദേശങ്ങളിൽ പൂജാരികളോട് അമ്പലങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള പ്രതിഷ്ഠകൾ ആരുടെ പേരിലാണെങ്കിലും, ഏത് അമ്മയുടെ പേരിലാണെങ്കിലും, അപ്പന്റെ പേരിലാണെങ്കിലും, ഇത് അപ്പനാണ് അമ്മയാണെന്ന നിലക്കല്ല, ആ അപ്പന്റെ പേരിതിന് കൊടുത്തത് കൊണ്ട് ഈ വിഗ്രഹത്തിനൊരു ആദരവ് കൽപ്പിക്കുന്നു എന്നതല്ലാതെ അതിന്റെ പിന്നിൽ ആർക്ക് വേണ്ടിയാണോ ആരുടെ പേരിലാണോ സ്ഥാപിക്കപ്പെട്ടതെങ്കിൽ ആ മഹാത്മാവിനെ, ദേവിയെ, ദേവനെയാണ് അവരുടെ മനസ്സുകൊണ്ട് അവർ വണങ്ങുന്നതും പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ ഒരു കേവലം മരവും ഈ സിമന്റും അതുപോലെ തന്നെ മറ്റുള്ളൊക്കെ കുഴച്ചുണ്ടാക്കിയ ഈ സാധനത്തെ അല്ല, കേവലം കല്ലെന്ന നിലക്കല്ല, മരമെന്ന നിലക്കല്ല, അത് പ്രതിനിധാനം ചെയ്യുന്ന ഒരു മഹാത്മാവുണ്ട് അതിന്റെ പിന്നിൽ. ആ മഹാത്മാവിനാണ് പൂജ കൊടുക്കുന്നത്. അതാണ് ഇവിടെ വദ്, സുവാഴ്, യഹൂസ്, യഊഖ്, നസ്ർ എന്ന പേരിൽ 5 വിഗ്രഹങ്ങൾ നിർമ്മിക്കപ്പെട്ടപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിയുക്തനാകുന്ന ജനതയിൽ ഉണ്ടായിരുന്ന മഹാത്മാക്കളായ ആളുകളുടെ നാമധേയത്തിലാണ്, അവർക്കാണ് പൂജകൾ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അവരെയാണ് വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ളത്. അങ്ങനെ എന്ത് ചെയ്തുവെന്നോ, ജനങ്ങൾ മഹാത്മാക്കളായ ആളുകളൊക്കെ മരിക്കുമ്പോ ആ ഒരു പാത ഇങ്ങനെ പലരും പിന്തുടരാൻ തുടങ്ങി. അവരുടെ ഖബറുകളുടെ സമീപത്ത് പോയിട്ട് ഭജനമിരിക്കുന്നു, അവരുടെ രൂപത്തിൽ പ്രതിമകൾ ഉണ്ടാക്കുന്നു. കാലം കുറെ കഴിയുമ്പോൾ ആ പ്രതിമകൾ പൂജിക്കപ്പെടുന്നു, ആരാധിക്കപ്പെടുന്നു, വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഈ ചരിത്രം എടുത്ത് ഉദ്ധരിച്ചിട്ട്, ഫഹാദാ അവ്വലു ശിർകിൻ കാന ഫീ ബനി ആദം, ആദം അലൈഹിസ്സലാമിന്റെ സന്തതികളിൽ, മനുഷ്യ സന്തതികളിൽ സംഭവിച്ച ഒന്നാമത്തെ ശിർക്ക് ഇതായിരുന്നു. വകാന ഫീ ഖൗമി നൂഹ്, നൂഹ് അലൈഹിസ്സലാം നിയോഗിക്കപ്പെടുന്ന ജനതയിലാണ് ശിർക്കിന്റെ തുടക്കമുണ്ടായത്. ലോകത്ത് ശിർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് നൂഹ് അലൈഹിസ്സലാം നിയോഗിക്കപ്പെടുന്ന ജനതയിലാണ്. അങ്ങനെ ജനങ്ങൾ ശിർക്കിലേക്ക് പോയപ്പോൾ ആ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനെ റബ്ബ് ഇങ്ങോട്ട് അയച്ചത് കേട്ടോ. ആ ജനങ്ങളെ നന്നാക്കാനാണ് ആര് വരുന്നത്? നൂഹ് നബി അലൈഹിസ്സലാം. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം വന്നിട്ട് എന്തു പറഞ്ഞു? അല്ലാഹു പറയാണ്, സൂറത്ത് നൂഹിന്റെ തുടക്കം തന്നെ കാണാം, ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി
أن أنذر قومك من قبل أن يأتيهم عذاب أليم قال يا قوم إني لكم نذير مبين أن اعبدوا الله واتقوه وأطيعون يغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى إن أجل الله إذا جاء لا يؤخر لو كنتم تعلمون. നൂഹ് നബി അലൈഹിസ്സലാം ഇന്നാ അർസൽനാ നാം തീർച്ചയായും നാം അയക്കുകയുണ്ടായി നൂഹിനെ ഇലാ ഖൗമിഹി അദ്ദേഹത്തിന്റെ ജനതയിലേക്ക്. എന്തിനാ പറഞ്ഞയച്ചത്? നൂഹേ അന്നൻദിർ ഖൗമക നിന്റെ ജനതയോട് നീ താക്കീത് നൽകണം. നീ ചെന്നു ചേരുന്ന നിന്റെ ജനതയുണ്ടല്ലോ, ആ ജനതയോട് നീ മുന്നറിയിപ്പ് കൊടുക്കണം. ഏതിന്റെ മുമ്പ്? മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം വേദനയേറിയ ഒരു ശിക്ഷ അവരിൽ വന്നെത്തുന്നതിന്റെ മുമ്പേ നീ അവരോട് പോയിട്ട് മുന്നറിയിപ്പ് കൊടുക്കണം. നൂഹ് അലൈഹിസ്സലാം റബ്ബിന്റെ നിർദ്ദേശപ്രകാരം ആ ജനതയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, യാ ഖൗം എന്റെ ജനങ്ങളെ, ഇന്നീ ലക്കും നദീറും മുബീൻ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പുകാരനാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ശക്തമായ മുന്നറിയിപ്പ് എന്താണെന്നോ? നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണേ, അല്ലാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കണേ. വത്തഖൂഹു നിങ്ങൾ അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ. വഅതീഊൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട റബ്ബിന്റെ റസൂലായ എന്നെ നിങ്ങൾ അനുസരിക്കണേ. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടുകൊണ്ട് അല്ലാഹനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ. എന്നാൽ യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങളൊക്കെ അല്ലാഹ് പുറത്തു തരും. വയുഅഖിറുക്കും ഇലാ അജലിൻ മുസമ്മാ അല്ലാഹ് കണക്കാക്കിയ ഒരു നിശ്ചയിക്കപ്പെട്ട അവധി വരേക്ക് നിങ്ങൾക്കവൻ ജീവിക്കാനുള്ള അവസരവും തരും. പിന്നെ അവധി അങ്ങ് വന്നാലോ, ഇന്ന അജലല്ലാഹി ഇദാ ജാഅ അവധി അങ്ങ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലാ യുഅഖർ അല്പം പോലും പിന്തിക്കപ്പെടുന്നതല്ല. ലൗ കുൻതും തഅലമൂൻ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ, മനസ്സിലാക്കുന്നവരാണെങ്കിൽ ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിച്ചോളൂ എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുന്നു. എങ്ങനെയൊക്കെ പറഞ്ഞു എന്നറിയോ? ഈ ജനങ്ങൾ ഇവരെയൊക്കെ പൂജിക്കുന്ന കാലമാണ്. ആരെയൊക്കെ? വദ്, സുവാഴ്, യഗൂസ്, യഊഖ്, നസ്ർ. റബ്ബിനെ വിട്ട് ഇവരോടാ പ്രാർത്ഥന, റബ്ബിനെ വിട്ട് ഇവർക്കാണ് പൂജ, ഇവരുടെ മുമ്പിലാണ് സുജൂദ്, ഇവർക്കാണ് നേർച്ച വഴിപാട് കൊടുക്കുന്നത്, ഇവരെ വിളിച്ചിട്ടാ പ്രാർത്ഥിക്കുന്നത്, സങ്കടം പറയുന്നത്. അങ്ങനെയുള്ള ജനതയോട് വന്നിട്ട് നൂഹ് അലൈഹിസ്സലാം പറയുകയാണ്, ഇവരൊക്കെ സൃഷ്ടികളാണ്, സൃഷ്ടാവ് റബ്ബെയുള്ളോ, ആ റബ്ബിനെ മാത്രം ആരാധിക്കൂ, അവന്റെ കൽപ്പനകളുമായി വന്ന് എന്നെ നിങ്ങൾ അനുസരിക്കൂ. എത്രത്തോളം കാലം അദ്ദേഹം പറഞ്ഞു? ഖുർആൻ പറയുന്നത് പോലെ ഫലബിസ ഫീഹിം അൽഫ സനതിൻ ഇല്ലാ 50 ആമാ ആ സമൂഹത്തിൽ നൂഹ് അലൈഹിസ്സലാം ജീവിച്ചു തീർത്തു 1000 കൊല്ലം മൈനസ് 550 950 കൊല്ലം, 9.5 നൂറ്റാണ്ട്, 950 കൊല്ലം ഒരു മഹാനായ പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാണ് ഒരു സമൂഹത്തോട്. നമ്മൾ ഒരു കൊല്ലം പറയൂല, അപ്പോഴേക്ക് നിരാശയാവും. 950 കൊല്ലം പറയാ, ഒരു വഴിയൊന്നുമല്ല. അള്ളാന്റെ ദീനെത്തിക്കുവാനുള്ള സർവ്വ വഴികളും മഹാനവർഗർ പ്രയോഗിക്കുകയാണ്. ഏതൊക്കെ മാർഗത്തിലൂടെ സമൂഹത്തിലേക്ക് ദീനെത്തിക്കണോ? സഹോദരന്മാരെ, നൂഹ് നബി അലൈഹിസ്സലാം അടക്കമുള്ള മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രം എന്തിനാ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? ആ ഖുർആൻ വായിക്കുന്ന ഉമ്മത്തെ, സമൂഹമേ, നിങ്ങൾ എന്ത് ചെയ്തു ഈ ദീനിനു വേണ്ടി? നാം എന്ത് ചെയ്തു ഈ ദീനിനു വേണ്ടി? നമ്മൾ മനസ്സിലാക്കിയ സത്യം ആലോകർക്ക് എത്തിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ നമ്മൾ എന്തെങ്കിലും ഭാഗവാക്കായിട്ടുണ്ടോ? അതോ ഞാനും എന്റെ കുട്ടികളും എന്റെ കെട്ടിയോളും എന്റെ ജോലിയും എന്റെ ജോലി തിരക്കും എന്ന് പറഞ്ഞുകൊണ്ട്
ജീവിതമാസകലം ജീവിച്ചു തീർത്ത് ഖബറിലേക്ക് പോകാനാണോ ഒരുക്കം? അതോ മഹാന്മാരൊക്കെ ഈ ലോകത്ത് റബ്ബിന്റെ യഥാർത്ഥമായ ആശയാദർശങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പെടാപ്പാടുപെട്ട ചരിത്രം വായിക്കുമ്പോൾ, ഓ മുസ്ലിമേ, നമുക്കൊക്കെ എന്തുമാത്രം വലിയ കുറ്റബോധമാണ് ഉണ്ടാവേണ്ടത്, എന്തുമാത്രം ബാധ്യതയിലാണ് നമ്മളൊക്കെ വീഴ്ച വരുത്തി സുഖമായി കഴിഞ്ഞുകൂടുന്നത് എന്ന ചിന്തയിലേക്ക് ഈ ചരിത്രത്തിന്റെ ശകലങ്ങൾ നമ്മെ നയിക്കുന്നുവെങ്കിൽ അപ്പോഴേ അമ്പിയാക്കളുടെ ചരിത്രം പഠിക്കുന്നത് കൊണ്ട് പ്രയോജനം കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ കേവലം ഒരു കഥ കേട്ട് പോകലാവും, അല്ലെങ്കിൽ കേവലം ഒരു കിസ്സ കേട്ട് സ്ഥലം വിടലാവും. അതുകൊണ്ട് ചിന്തിക്കുക, ഞാനും നിങ്ങളൊക്കെ ചിന്തിക്കുക. ഒരു മഹാനായ പ്രവാചകൻ, അദ്ദേഹം ദൗത്യം തുടങ്ങാണ്. ആ ദൗത്യം തുടങ്ങുമ്പോൾ അദ്ദേഹം റബ്ബിനോട് പറയുന്നുണ്ട്, ഖാല, മഹാനവറുകൾ പറഞ്ഞു, റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ. എന്താ അദ്ദേഹം പറയുന്നത്? അല്ലാഹ്, എന്റെ രക്ഷിതാവേ, ഞാൻ എന്റെ ജനങ്ങളെ വിളിച്ചു, ക്ഷണിച്ചു, ലൈലം വനഹാറാ, രാത്രിയും പകലും, മുഴു സമയം ഞാൻ വിളിച്ചിട്ടുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം രാവും പകലും ഒന്നും നോക്കാതെ ദഅവത്ത് നടത്തിയിരുന്നു. ജനങ്ങളെ വിളിച്ചു. രഹസ്യമായി പറയേണ്ടവരോട് അങ്ങനെ പറഞ്ഞു, പരസ്യമായി പറയേണ്ടിടത്ത് അങ്ങനെ പറഞ്ഞു. സുമ്മ ഇന്നി ദഅഉതുഹും ജിഹാറാ സുമ്മ ഇന്നി അഅലൻതു ലഹും വഅസ്റർതു ലഹും ഇസ്റാറാ. ഇതൊക്കെ സൂറത്തുൻ നൂഹിൽ അല്ലാഹു പറയാണ്. പിന്നീട് ഞാൻ അവരെ വിളിച്ചു, റബ്ബേ, ജിഹാറാ, ഉറക്ക വിളിച്ചു, ഒച്ചട്ട് ഞാൻ അവരോട് ഗൗരവത്തോടെ പറഞ്ഞു നോക്കി. സുമ്മ ഇന്നി അഅലൻതു ലഹും, ഞാൻ അവരോട് പരസ്യമായി തന്നെ പലയിടത്ത് വെച്ചും സംസാരിച്ചു. വഅസ്റർതു ലഹും ഇസ്റാറാ, ഞാൻ അവരോട് സ്വകാര്യമായി പറയേണ്ടിടത്ത് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. എല്ലാരോടും ഉറക്കെ പറയാൻ പറ്റൂല. ചിലരെ വിളിച്ച് സ്വകാര്യമായിട്ട് പറഞ്ഞു നോക്കിയ അയാൾക്ക് നല്ല മാറ്റം വരും. ചിലരങ്ങനെ സ്വകാര്യമായിട്ട് പറയാൻ നമുക്ക് മുമ്പിൽ കിട്ടൂല. അവ എല്ലാവരും ഉള്ളടത്ത് പോയിട്ട് ഉറക്കെ പറയുമ്പോ നമ്മളെ അടുത്തേക്ക് വന്നില്ലെങ്കിലും അവർ ഒച്ചയിന് ദൂരം എവിടുന്നല്ലോ കേൾക്കും. അങ്ങനെ പറഞ്ഞു നോക്കി. ചില ആളുകൾക്ക് പകല് സമയത്ത് പറഞ്ഞാൽ അവർ തിരക്കിലായിരിക്കും, കേൾക്കൂല, അപ്പൊ രാത്രി പറയും. ചിലർക്ക് രാത്രി കിട്ടൂല, അപ്പൊ പകല് പറയും. എല്ലാ അർത്ഥത്തിലും നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു നോക്കി, ലാ ഇലാഹ ഇല്ലല്ലാഹ് നൂഹ് റസൂലുള്ളാഹ്. മഹാനവറുകൾ പറഞ്ഞു, ഏതൊക്കെ ശൈലിയിൽ പറഞ്ഞു, ഏതൊക്കെ ശൈലിയിൽ പറഞ്ഞു, അവർക്ക് നല്ല പ്രതീക്ഷ കൊടുക്കുന്ന വാചകത്തിലൂടെ പറഞ്ഞു നോക്കി. അവരെ മനസ്സിനെ ഇങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരുന്ന നിലക്ക് ഓഫറുകളൊക്കെ കൊടുക്കുക എന്ന് പറയില്ലേ, ആ നിലക്കുള്ള ചില ഭൗതിക ലോകത്ത് നിന്ന് കിട്ടാവുന്ന ഓഫറുകളും മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു നോക്കി. അതെന്തിനാ? നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് പരലോകമാണ്, പരലോകത്തുള്ള സൗകര്യങ്ങളാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ ഭൗതികമായിട്ട് ഒരു കാര്യം ഇബാദത്ത് ചെയ്താൽ നമുക്ക് കിട്ടാവുന്ന ഭൗതിക ഗുണങ്ങളും പറയാം. ലക്ഷ്യം അതല്ല, ഭൗതിക ഗുണങ്ങളും പറയാം. എന്തിന്? ചില ആളുകൾക്ക് ഭൗതികമായ ഗുണം പറഞ്ഞാൽ ചിലപ്പോൾ അവർ സ്വീകരിക്കും. പിന്നെ ആ ഭൗതിക ഗുണം കണ്ടിട്ട് വരുന്ന ആളുകൾ കുറെ കഴിയുമ്പോൾ അതിലാണ്ട് ഉറക്കും. പിന്നെ അവരുടെ ഈമാൻ നല്ല ഉറപ്പാകും. പിന്നെ അവർക്ക് ഭൗതികം ഒന്നും നോക്കൂല, ഒരു ആഖിറത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കും. അതേത് കാലത്തും ഉണ്ടാവും അങ്ങനത്തെ ജനങ്ങൾ. അങ്ങനത്തെ ജനങ്ങൾ പണ്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ചില ആളുകൾ. ചില ആളുകൾ നന്നായിട്ടൊന്നാണ്ട് പ്രവാചകൻ പൊക്കി സംസാരിക്കും. എന്തിനാ? അയാൾ അങ്ങനെയാണെങ്കിലേ ഇസ്ലാമിലേക്ക് വരുള്ളൂ. അങ്ങനെ വന്നാ പിന്നെ അയാളെ പൊക്കൊന്നും വേണ്ടിയില്ല. പിന്നെ അയാൾക്ക് നല്ല ഈമാനായി, അയാൾ നല്ല ഉറച്ചു. ചില ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ടേ പ്രവാചകന്റെ കൂടെ കഴിഞ്ഞിരുന്ന പാരമ്പര്യമുള്ള ഇസ്ലാമിന് വേണ്ടി അധ്വാനിച്ച പല സ്വഹാബിമാർക്കും ഗനീമത്ത് സ്വത്തെന്നോ അല്ലെങ്കിൽ യുദ്ധസമ്പത്തെന്നോ ചിലപ്പോ ഒന്നും കൊടുക്കൂല. പുതിയതായിട്ട് കടന്നു വന്നവർക്ക് ചിലതൊക്കെ കൊടുക്കും. അതെന്തിനാ? അവരും കടന്നു വരാൻ, വന്നിട്ട് അവരൊന്നുകൊണ്ട് ഉറക്കാൻ, കുറെ കഴിയുമ്പോൾ അവരാണ്ട് ഉറക്കും. പിന്നെ അവർക്കൊന്നും വേണ്ടി വരില്ല. അങ്ങനെയൊക്കെ എല്ലാ സമൂഹത്തിനും ഉണ്ടാകും. അത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം റബ്ബ് പഠിപ്പിച്ചു കൊടുത്തതനുസരിച്ച് ഈ ജനതയുടെ മനസ്സിൽ അല്പമെങ്കിലും മാറ്റം വരട്ടെ എന്ന നിലക്ക് ഭൗതികമായ സൗകര്യങ്ങളും സുഖങ്ങളും വരെ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ പരലോകത്ത് വെച്ച് മാത്രമല്ല ജനങ്ങളെ, ഇവിടെ വെച്ചും നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കും. ഞാൻ പറയും പോലെ നിങ്ങൾ നടന്നാൽ. എന്നിട്ട് മഹാനവറുകൾ ആ ജനങ്ങളോട് പറയാണ്,
فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا وقد خلقكم أطوارا. നൂഹ് നബി അലൈഹിസ്സലാം പറയാണ്, ഇതൊക്കെ നമുക്ക് മാതൃകയുണ്ട്, ഇതൊക്കെ പഠിച്ച് സമൂഹത്തോട് പറയണം. നിങ്ങൾക്ക് ഒറ്റക്കൊരാളോട് സംസാരിക്കാൻ കഴിയില്ലേ? ഒരാളോട് സ്വകാര്യമായി സംസാരിക്കാൻ കഴിയില്ലേ? എന്തൊക്കെ പാഠങ്ങളായിരുന്നു കിട്ടാനുള്ളത്. നൂഹ് നബി അലൈഹിസ്സലാം ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത് വഴുതു പറയൽ മാത്രം, പരസ്യമായിട്ട് അങ്ങാടി പോയി പ്രസംഗിച്ചത് മാത്രം അല്ലല്ലോ. സ്വകാര്യമായിട്ട് വിളിച്ചു പറയേണ്ടവരോട് അങ്ങനെ പറഞ്ഞു, അത് കഴിയില്ലേ? ഉറക്കെ പറയാൻ കഴിയില്ലേ? സ്വകാര്യമായിട്ട് പറയാൻ കഴിയില്ലേ? രാത്രി സംസാരിച്ചൂടെ? പകല് സംസാരിച്ചൂടെ? ഏതൊക്കെ മാർഗം ഉപയോഗപ്പെടുത്താൻ എല്ലാം ചെയ്യുന്നാ പറയുന്നത്. അങ്ങനെ മുമ്പ് കിട്ടിയാൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ യജമാനനായ റബ്ബിനോട് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിപ്പോയ മഹാപാതകങ്ങളൊക്കെ എന്ത് തന്നെയാണെങ്കിലും അവനോട് നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങളുടെ യജമാനനായ റബ്ബിനോട് പൊറുക്കലിന് ചോദിച്ചോളൂ. കാരണം പ്രതീക്ഷ കൊടുക്കുകയാണ്. നൂഹ് നബി ജനങ്ങൾക്ക് പ്രതീക്ഷ കൊടുക്കുകയാണ്. ഇന്നഹു കാന ഗഫാറാ, നിശ്ചയമായും അവൻ ഏറെ പൊറുക്കുന്നവനാണ്. അല്ലാഹ് പൊറുക്കൂലാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട, പൊറുത്തു തരും. ഗഫാർ എന്ന് പറഞ്ഞാൽ ധാരാളമായി പൊറുക്കുന്നവനാ, ധാരാളം പൊറുക്കുന്നവനാ റബ്ബ്. മാത്രമല്ല, നിങ്ങൾ അല്ലാഹുവോട് ഇങ്ങനെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ പരലോകത്ത് നിങ്ങളുടെ പാപമൊക്കെ പുറത്ത് സ്വർഗം കിട്ടുന്നതിന്റെ പുറമേ മരിക്കുന്നതിന്റെ മുമ്പ് ഈ ലോകത്ത് വെച്ചും നിങ്ങൾക്ക് ചിലത് കിട്ടാനുണ്ട്. ആകാശത്തെ നിങ്ങൾക്ക് മീതെ കുത്തിച്ചൊരിയുന്ന മഴയുമായി അവൻ അയക്കും. നിങ്ങൾക്ക് സമൃദ്ധമായി മഴ കിട്ടും ജനങ്ങളെ. നിങ്ങളുടെ വെള്ളക്ഷാമമൊക്കെ തീരും ജനങ്ങളെ. ശുദ്ധജലം ധാരാളമായി റബ്ബ് നിങ്ങൾക്ക് മഴയിലൂടെ തരും ജനങ്ങളെ. തീർന്നില്ല, വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, നിങ്ങൾക്കല്ല സമ്പത്ത് നൽകി നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്കല്ല മുതൽ തരും ജനങ്ങളെ. വബനീന, നല്ല ആരോഗ്യമുള്ള മക്കളെ തരും ജനങ്ങളെ. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോളൂ, മഴ കിട്ടും ജനങ്ങളെ. സമ്പത്ത് വർദ്ധിക്കും ജനങ്ങളെ, സന്താനങ്ങൾ വർദ്ധിക്കും ജനങ്ങളെ. വയജഅൽ ലക്കും ജന്നാത്ത്, നിങ്ങൾക്കവൻ നല്ല സമൃദ്ധമായ തോട്ടങ്ങൾ തരും ജനങ്ങളെ. വയജഅൽ ലക്കും അൻഹാറാ, ആ തോട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് നനയ്ക്കാനുള്ള ജലസേചന സൗകര്യാർത്ഥം നിങ്ങൾക്കവൻ നല്ല ശുദ്ധമായ തെളിനീരൊഴുകുന്ന അരുവികളും മാറുകളും നദികളും പുഴകളുമൊക്കെ നിങ്ങൾക്കവൻ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കും ജനങ്ങളെ. നൂഹ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറയാം. എത്ര കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തരുമോ? അതിൽ നമുക്ക് പാടത് ഇസ്തിഗ്ഫാർ ചെയ്തോളിന്നാ പറഞ്ഞത്. നമ്മിൽ പറ്റിപ്പോയ പാപങ്ങൾ അള്ളാഹിനോട് പൊറുക്കലിന് ചോദിക്കുക. ജീവിതത്തിൽ അസ്തഗ്ഫിറുല്ലാഹ്, പാപം പൊറുക്കണേ എന്ന് റബ്ബിനോട് നിരന്തരമായി തേടിയാൽ നാളെ പരലോകത്ത് നമുക്ക് കിട്ടാനിരിക്കുന്ന സ്വർഗത്തിന്റെ പുറമെ ഇവിടെ വെച്ചും ചില നേട്ടങ്ങൾ വരാനുണ്ട്. അതിലെന്താ നമുക്കുള്ള പാഠം? നമ്മൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം, തൗബ അധികരിപ്പിക്കണം. നിരന്തരമായി അള്ളാഹ് പൊറുക്കണേ എന്ന് പറയണം. ഒരു പാപത്തിന്റെ കറയും പുരണ്ടിട്ടില്ലാത്ത പരിശുദ്ധ ഹൃദയത്തിന്റെ ഉടമ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് സ്വഹാബത്ത് എന്താ പറഞ്ഞത്? ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഒരു സദസ്സിലിരുന്ന് പിരിയുമ്പോൾ ആ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് തന്നെ ഒരു 100 തവണയെങ്കിലും ഞങ്ങൾ എണ്ണിയെടുക്കാറുണ്ട്. നേതാവ് ഇങ്ങനെ പറയുന്നത്, റബ്ബിഗ്ഫിർലീ വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ എന്നിങ്ങനെ അല്ലാഹ് പുറത്തു തരണേ, അല്ലാഹ് അനുഗ്രഹിക്കണേ റബ്ബേ, നീയാണ് ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനും എന്ന അർത്ഥം വരുന്ന ഇസ്തിഗ്ഫാറിന്റെ പാപമോചനത്തിന്റെ പ്രാർത്ഥന
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് പലപ്പോഴും സദസ്സ് പിരിയുന്നതിന്റെ മുമ്പ് ഞങ്ങൾ എണ്ണി എണ്ണി മനസ്സിലാക്കാറുണ്ടായിരുന്നു എന്ന് സഹാബിമാര് പറയുമ്പോ അള്ളാന്റെ റസൂല് തന്നെ പറഞ്ഞില്ലേ, ഓ ജനങ്ങളെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണേ, അസ്തഗ്ഫിറൂഹ്, നിങ്ങൾ അവനോട് പൊറുക്കലിനെ ചോദിക്കണേ. ഈ ഞാൻ പോലും അള്ളാഹിനോട് ഒരു ദിവസം 70 തവണ ഇസ്തിഗ്ഫാറിന് ചോദിക്കുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് 100 തവണ ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട്. ആര്? ഒരു പാപവും ചെയ്യാത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ എത്ര 1000 വട്ടം തേടണം, എന്നിട്ട് നമ്മളെ എത്ര 10 തവണയാ തേടുന്നത്? ഒരു നിസ്കാര ശേഷമുള്ള അസ്തഗ്ഫിറുല്ലാ പറയാൻ വരെ മര്യാദക്ക് ക്ഷമയോടെ ഇരുന്ന് ചൊല്ലാൻ നമുക്ക് നേരമില്ലാത്തത്ര തിരക്ക് പിടിച്ച മഹാന്മാരായി പോയി നമ്മൾ. പാപമോചന പ്രാർത്ഥനകളൊന്നും ജീവിതത്തിൽ അല്ലാഹുവിനോട് നിരന്തരം ഇങ്ങനെ സന്ദർഭം കിട്ടുമ്പോഴൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് യാത്രാവേളയിലും, അതുപോലെ തന്നെ റോട്ടിൽ നമ്മൾ ഇങ്ങനെ ബ്ലോക്കിൽ കുടുങ്ങുമ്പോഴും, അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സമയങ്ങളിലുമൊക്കെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളിലൂടെ നമ്മുടെ നാവ് കൊണ്ട് റബ്ബിഗ്ഫിർലീ വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം, അതല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി, അതല്ലെങ്കിൽ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഈ രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു ഇസ്തിഗ്ഫാറിന്റെ വാചകങ്ങൾ നമ്മൾ പറയാറുണ്ടോ? അത് പറയണം. എന്താ ലോകത്ത് ആപത്തുകളൊക്കെ വരുന്നത്, മുസീബത്തുകളൊക്കെ വരുന്നത് പാപങ്ങൾ അധികരിക്കുമ്പോഴാണെന്നാണ്. പാപങ്ങൾ അധികരിക്കുമ്പോഴാണ് രാജ്യത്ത് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്, രാജ്യത്ത് പ്രളയങ്ങൾ ഉണ്ടാകുന്നത്, രാജ്യത്ത് വലിയ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്നത്, മഴവെള്ളത്തിന്റെ കുറവുണ്ടാകുന്നത്, കൃഷി നശിച്ചു പോകുന്നത്, വരൾച്ചയുണ്ടാകുന്നത്, ഓരോ ബലാകളും മുസീബത്തുകളും ലോകത്തുണ്ടാകുന്നത് മനുഷ്യരുടെ പാപങ്ങൾ അധികരിക്കുമ്പോഴാണ്. അതുകൊണ്ട് മഹാന്മാരൊക്കെ ജനങ്ങളോട് പറയാറുണ്ട്, എവിടെ ഒരു ആപത്ത് നടന്നു എന്ന് കേട്ടാലും മഹാന്മാരൊക്കെ അവരുടെ അനുയായികളോട് പറയാറുണ്ട്, ഓ ജനങ്ങളെ, ചുറ്റുഭാഗത്തുനിന്നും കേട്ട വാർത്തകൾ കൊണ്ട് പാഠം പഠിച്ചിട്ട് അവനവന്റെ പാപങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞ് ഇസ്തിഗ്ഫാർ ചെയ്തോ. ലോകത്തിന്റെ നാഥന് ഒരിടത്ത് മാത്രമല്ല ശിക്ഷ നടപ്പാക്കാൻ കഴിയുക, ലോകത്ത് എവിടെയും അവൻ വിചാരിച്ചാൽ സെക്കൻഡ് ഇടകൊണ്ട്, ഒരു മൈക്രോ സെക്കൻഡ് ഇടകൊണ്ട് അത് സംഭവിപ്പിക്കാൻ കഴിവുള്ള എല്ലാത്തിനും ഖാദിറായ റബ്ബാണ്. അതുകൊണ്ട് ആ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോ എന്ന് ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ട് മഹാന്മാര് ജനങ്ങളോട് ഉപദേശിക്കാറ് പതിവുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ മദീനത്ത് കുറച്ച് പരീക്ഷണം ഉണ്ടായപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു ജനങ്ങളോട് പറഞ്ഞു, ഇനിയും ഇവിടെ ഈ പരീക്ഷണം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാനിനി മദീനത്ത് ഉണ്ടാവില്ല, ഞാൻ ഇവിടുന്ന് പോകുന്നു. മനസ്സിലാക്കണം സഹോദരന്മാരെ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീന ഭരിക്കുന്ന കാലം എന്ന് പറയുമ്പോൾ അള്ളാന്റെ റസൂലിന്റെ വഫാത്തും നടന്ന് അധികമൊന്നും ആയിട്ടില്ല. മദീന അവിടെ വലിയ മഹാപാപവും തെമ്മാടിത്തവും ശുർക്കും ഗുഫുറും ഒന്നും നടക്കുന്ന സ്ഥലമല്ല. അവിടെ എന്തോ ചില്ലറ പറ്റിയപ്പോഴേക്ക് അതിന്റെ പരീക്ഷണം വന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഇതിൽ നിന്നൊക്കെ വേഗം ഓരോരുത്തരും തൗബ ചെയ്ത് മടങ്ങിക്കോളിൻ. എന്താ സംഭവിച്ചതെന്ന് അല്ലാഹുവേ അറിയുള്ളൂ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, ഓരോരുത്തരും ചോദിച്ചോളി, ആരോടും പറയണ്ട, റബ്ബിനോട് തേടിക്കോളൂ. ഇനിയും ഇപ്പൊ ഉണ്ടായ പരീക്ഷണ ഈ രാജ്യത്തുണ്ടാവുകയാണെങ്കിൽ ഉമർ ഇനി മദീനത്തുണ്ടാവില്ല, ഞാൻ ഇവിടുന്ന് പോകും. റളിയല്ലാഹു അൻഹു റളിയല്ലാഹു തആല അൻഹു പറയാ. നമ്മളത് മനസ്സിലാക്കണം സഹോദരന്മാരെ, എന്താണ് പറയുന്നതിന്റെ അർത്ഥം? ബലാവും മുസീബത്തൊക്കെ ഒരു നാട്ടിൽ വരുന്നത് നമ്മുടെ തിന്മകൾ അധികരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് മഴക്ക് ക്ഷാമം നേരിടുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിസ്കാരം പഠിപ്പിച്ചു തന്നത്. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആബാലവൃദ്ധം ജനങ്ങളും വളരെ വിനീതരായിക്കൊണ്ട് മൈതാനത്ത് ഒരുമിച്ച് കൂടുകയും അവർ 2 റക്അത്ത് നിസ്കരിച്ച് റബ്ബിനോട് മഴയ്ക്ക് വേണ്ടി ചോദിക്കുന്ന ആ ഒരു ചര്യ അവിടുന്ന് പഠിപ്പിച്ചു തരുന്നു. നേതാക്കളായ സഹാബിമാരൊക്കെ ആ പാത പിന്തുടരുന്നു. ലോകത്ത് ഇന്ന് വരെ മഴയ്ക്ക് ക്ഷാമം നേരിട്ടാൽ റബ്ബിനോട് ധാരാളമായി പാപം പൊറുക്കണേ അല്ലാഹ് എന്നിങ്ങനെ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ മഴയ്ക്ക് വേണ്ടി ചോദിക്കുന്നു. നോഹ് നബിയുടെ കാലം മുതൽക്ക് ജനങ്ങളോട് പഠിപ്പിച്ച തത്വമാണത്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിച്ചോളൂ ജനങ്ങളെ. ഇന്നഹു കാന ഗഫാറാ,
അവൻ ഏറെ പുറത്തു തരുന്ന റബ്ബാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, ആകാശ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് അവൻ സമൃദ്ധമായി വെള്ളം അയച്ചു തരും. അപ്പൊ ഇസ്തിഗ്ഫാറിന്റെ ഫലമാണത്. നമ്മൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. സന്താനമില്ലാത്തവരും അതുപോലെ തന്നെ സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. കൃഷിനാശം സംഭവിച്ചവരും അതുപോലെ തന്നെ അഭിവൃദ്ധിയില്ലാതെ കഷ്ടപ്പെടുന്നവരും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. ദുനിയാവിൽ ഇതിനൊക്കെ പരിഹാരമുണ്ട്. മഹാനായ ഇമാം ഹസനുൽ ബസരി റഹിമഹുള്ളയുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറയാണ്, 4 കാര്യങ്ങൾ പറയാണ്. ഒന്നിന് ഒരാൾ വന്നിട്ട് പറയുന്നു, എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ മഴയില്ല, മഴയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ആനവറുകൾ പറഞ്ഞു, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്ക്. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായ ഒരു സന്താനം ഉണ്ടായിട്ടില്ല, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞു അദ്ദേഹത്തോട്. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, തോട്ടമൊക്കെ കരിഞ്ഞുപോയി, ഒരു രൂപത്തിലുള്ള വളർച്ചയില്ല, വരൾച്ച ബാധിച്ചുപോയി, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്ന മഹാനവറുകൾ പറഞ്ഞത്. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ജലാശയങ്ങളൊക്കെ വറ്റിപ്പോയി, വെള്ളത്തിന്റെ വല്ലാത്ത ക്ഷാമം, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്ന പറഞ്ഞു. എന്നിട്ട് മഹാനവറുകൾ ഈ ആയത്ത ഓതിക്കൊടുത്തു. ചോദിക്കപ്പെട്ടു അദ്ദേഹത്തോട്, എന്തേ 4 പ്രശ്നം പറഞ്ഞിട്ട് ഒക്കെ ഒരേ ആയത്ത് തെളിവ് പറയുന്നത്? എന്താ അതിന് കാരണം? ഇസ്തിഗ്ഫാർ ചെയ്യാൻ എല്ലാരോടും പറയണ എന്താ? ആനവറുകൾ പറഞ്ഞു, നോഹ് നബി അലൈഹിസ്സലാം അന്ന് ജനങ്ങളോട് പറഞ്ഞ ഒറ്റമൂലിയാണിത്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്ത് വയജഅൽ ലക്കും അൻഹാറാ. 4 വിഷയങ്ങൾ അതിൽ വന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ അധികരിപ്പിക്കണം. പക്ഷെ നമ്മൾ മറന്നു പോവുകയാണ് അല്ലേ? നമ്മളങ്ങനെ ഇസ്തിഗ്ഫാർ ഒന്നും പറയൂല, അസ്തഗ്ഫിറുല്ലാ എന്നും വെറുതെ പറയൂല. നിസ്കാരത്തിന്റെ ശേഷം 3 അസ്തഗ്ഫിറുല്ലാ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും, ഓർമ്മ ഉണ്ടെങ്കിൽ, വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ. അല്ലാത്ത അവസരത്തിലൊരു ഇസ്തിഗ്ഫാറിനായിട്ടൊരു ഇസ്തിഗ്ഫാർ, അങ്ങനെ ഒരു ഒഴിഞ്ഞിരിപ്പ്, അതിനുവേണ്ടി ഒരു തേട്ടം, അതിനുവേണ്ടി അള്ളാഹിനോടൊന്ന് ധാരാളമായി ഞാനൊന്ന് എന്റെ ജീവിതത്തിൽ എന്റെ ഹബീബ് ഒരു കറയും പൊരളാത്ത എന്റെ നേതാവ് 100 തവണ ചോദിച്ച കാര്യം ഒരു 100 തവണയെങ്കിലും ഒന്ന് ഞാനും പറയട്ടെ. 1000, 10,000, ലക്ഷമൊക്കെ പറയേണ്ട ആൾക്കാരാ നമ്മൾ. ഒരു 100 തവണയെങ്കിലും ആ ചര്യയെ പിൻപറ്റിക്കൊണ്ടെങ്കിലും ഞാനൊന്ന് പറയട്ടെ എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാകാറുണ്ടോ പ്രിയമുള്ളവരെ? അതുണ്ടാകണം. ഇവിടെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ഈ അർത്ഥത്തിലും സംസാരിച്ചു, മാറ്റമില്ല. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അതുകൊണ്ട് നിർത്തിയില്ല, അവരെ ഭയപ്പെടുത്തുന്ന ശൈലിയിലും പറഞ്ഞു. ഇപ്പൊ അവർക്ക് ആശ കൊടുക്കുന്ന ശൈലിയാണെങ്കിൽ പിന്നെ മഹാനവറുകൾ പ്രയോഗിച്ചു, ഇതുകൊണ്ട് മാറ്റല്ല, എന്നാ പിന്നെ ഒന്ന് ഭയപ്പെടുത്തുന്ന ശൈലിയിൽ പറയാം. അള്ളാഹ് വഹി അറിയിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മഹാനവറുകൾ അവരോട് പറഞ്ഞു, അല്ലാ തഅ്ബുദൂ ഇല്ലല്ലാഹ് ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം. ജനങ്ങളെ, ഞാൻ പറയുന്നത് അനുസരിക്കും, അള്ളാഹനെ മാത്രം നിങ്ങൾ ആരാധിക്കൂ. എന്തേ? നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ, ഇന്നി അഖാഫു അലൈക്കും, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ വല്ലാതെ പേടിക്കുന്നു ജനങ്ങളെ. അദാബ യൗമിൻ അലീം, സഹിക്കാനാവാത്ത ഏറ്റവും വേദനയുള്ള ശിക്ഷ നിങ്ങൾക്ക് വന്നെത്തുന്നത് ഞാൻ ഭയപ്പെടുന്നു ജനങ്ങളെ. അത് വരാതെ നോക്കണമെങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ച് റബ്ബിനെ മാത്രം ആരാധിച്ച് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടണേ. ജനങ്ങൾ കേട്ടോ? കേട്ടില്ല? പിന്നെയും പറഞ്ഞു നോക്കി. പിന്നെയും പറഞ്ഞു നൂഹ് നബി അലൈഹിസ്സലാം അവരെ ചിന്ത ഉണർത്തുന്ന നിലക്ക് വളരെ തന്മയത്വത്തോടെ ഒരു സംഭാഷണത്തിന്റെ ശൈലിയിൽ നേർക്ക് നേരെ മുമ്പിലിരുന്നു കൊണ്ട് ചോദിച്ചു, അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാഖാ വജഅലൽ ഖമറ ഫീഹിന്ന നൂറാ വജഅലശ് ശംസ സിറാജാ വല്ലാഹു അൻബതകും മിനൽ അർദി നബാതാ ثم يعيدكم فيها ويخرجكم إخراجا والله جعل لكم الأرض بساطا لتسلكوا منها سبلا فجاجا. എത്ര തന്മയത്വത്തോടെ അവതരിപ്പിക്കണം. അലം തറു, നിങ്ങൾ കാണുന്നില്ലേ? എന്റെ ജനങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ? കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാഖാ, ഒന്നിനു മീതെ മറ്റൊന്ന് നിലക്ക്, അടുക്കുകളായ നിലക്ക് 7 ആകാശത്തെ റബ്ബ് സൃഷ്ടിച്ചില്ലേ? കാണുന്നില്ലേ നിങ്ങളുടെ മുകളിൽ ആകാശലോകം? വജഅലൽ ഖമറ ഫീഹിന്ന നൂറാ,
നിങ്ങളിലേക്ക് പാൽ നിലാവ് പൊഴിച്ചുകൊണ്ടിരിക്കുന്ന, പൂനിലാവ് പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രൻ നിശ്ചയിച്ചത് കണ്ടില്ലേ? പകൽ സമയത്ത് നിങ്ങൾക്ക് ഏതാവശ്യത്തിനും ഉപയോഗപ്പെടുന്ന നിലക്കുള്ള സൂര്യനെ ഒരു വിളക്കായി നിശ്ചയിച്ചത് കണ്ടില്ലേ? ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഒരു ഉൽപാദനം അവൻ ഉൽപാദിപ്പിച്ചത് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ഭൂമിയിൽ നിന്നാണ് ജനങ്ങളെ നിങ്ങളുടെ തുടക്കം. ആ ഭൂമി ഉൽപാദിപ്പിക്കുന്ന ഭക്ഷണം കഴിച്ച് അതിൽ നിന്നുണ്ടാകുന്ന ആ ഇന്ദ്രിയ തുള്ളിയിൽ നിന്നല്ലേ നിങ്ങളുടെ ജനനം. അതേ, സുമ്മയുഴീതുക്കും ഫീഹാ, പിന്നീട് ആ മണ്ണിലേക്ക് തന്നെ അവൻ നിങ്ങളെ മടക്കുന്നത് കാണുന്നില്ലേ? വയുഖ്രിജുക്കും ഇഖ്റാജാ, ആ മണ്ണിൽ തന്നെ നിങ്ങൾ കാലാകാലം അങ്ങനെ നശിച്ചു പോവുകയൊന്നും വിചാരിക്കണ്ട. അവിടെ നിന്ന് റബ്ബ് നിങ്ങളെ ഇനിയും പുറത്തേക്ക് പരലോകത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും, പുറപ്പെടുവിക്കുകയും ചെയ്യും. വല്ലാഹു ജഅല ലക്കുമുൽ അർള ബിസാതാ, ഭൂമിയെ നിങ്ങൾക്ക് അവൻ നല്ല സൗകര്യപ്രദമാകുമാറ് സംവിധാനിച്ചു തന്നില്ലയോ? ലിതസ്ലുകൂ മിൻഹാ സുബുലൻ ഫിജാജാ, അതിന്റെ മാർഗങ്ങളിലൂടെ, വ്യത്യസ്തമായ വഴികളിലൂടെ നിങ്ങൾ പ്രവേശിച്ചോളൂ എന്ന നിലക്ക് നിങ്ങൾക്ക് ഓടാനും ചാടാനും കൃഷി ചെയ്യാനും നടക്കാനും ഉല്ലസിക്കാനും കുന്നും മലയും പുഴയും വെള്ളവും സംവിധാനങ്ങളും മരുഭൂമിയും മലകളും അതുപോലെ തന്നെ ആറുകളും നദികളും സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം ഈ ഭൂമിയിൽ ഒരുക്കി തന്നില്ലേ? എന്നിട്ടെന്താ മാലക്കുങ്ങൾക്ക് എന്താ പറ്റിയത്? ലാ തർജൂന ലില്ലാഹി വഖാറ, എന്താ അതൊക്കെ തന്ന അള്ളാനെ നിങ്ങൾ ഗൗരവത്തിൽ കാണാത്തത്? അവനല്ലേ നിങ്ങളെ സൃഷ്ടിച്ചത്, അവനല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് തന്നത്? എന്റെ പൊന്നു ജനങ്ങളെ, ഒന്ന് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, നിങ്ങൾ ഒന്ന് ചിന്തിക്ക് എന്ന തന്മയത്വത്തോടെ സംഭാഷണത്തിന്റെ ആ ഒരു രീതിയിൽ മഹാനവറുകൾ അവരോട് സംസാരിക്കുന്നു. ഈ രൂപത്തിലൊക്കെ സംസാരിച്ചപ്പോഴും എന്താ ഉണ്ടായി? നൂഹ് നബി അലൈഹിസ്സലാം അള്ളാനോട് പറഞ്ഞു, സങ്കടം പറഞ്ഞു. റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ വഇന്നി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലൂ അസാബിയഹും ഫീ ആദാനിഹിം വസ്തഗ്ശൗ സിയാബഹും വഅസറൂ വസ്തക്ബറു ഇസ്തിക്ബാറാ. നൂഹ് അലൈഹിസ്സലാം റബ്ബിനോട് തന്റെ സങ്കടം പറഞ്ഞു. പടച്ചോനെ, എന്റെ റബ്ബേ, ഞാനിവരെങ്ങനെയൊക്കെ വിളിച്ചു, പക്ഷേ എന്റെ വിളിയാളെ കേൾക്കും തോറും അവര് ദൂരെ ദൂരെ പോകുന്നല്ലോ, അവരെന്നിൽ നിന്ന് അകന്നു പോവുകയാണ് അല്ലാഹ്.